ഈ പി സി ജോർജിൻ്റെ സ്ഥിതി അല്പം ആശങ്കാജനകമാണോ എന്നൊരു സംശയം നിൽക്കുന്നുണ്ട്. കാരണം ഈ മറ്റു പലരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ബോധം കെട്ട് വീഴുന്നു ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പി സിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നാണ് അറിയുന്നത്. ശരിയാണ്, അഭിനയിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ആർ ബാലകൃഷ്ണ പോലും അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന് 10 മാസം ജയിലും അതുപോലെ 1 ലക്ഷം രൂപ പിഴയും ഇടമലയാർ കേസിൽ വിധിച്ചപ്പോൾ അദ്ദേഹം പോലും തല കറങ്ങി വീഴുന്നതായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അഭിനയമൊന്നുമില്ല. നേരത്തെ MLA ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയപ്പോഴും അദ്ദേഹം ഒന്നും കൂസാതെ അറസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പേടിയൊന്നുമുള്ള ആളല്ല അദ്ദേഹം. തോക്കും എടുത്തുകൊണ്ടൊക്കെ പോയിരുന്ന ഒരു പാരമ്പര്യമുള്ള ഈ മലയോര കർഷകരുണ്ടല്ലോ, ആ ഗണത്തിൽപ്പെട്ട ആ DNA ഉള്ള ഒരു മനുഷ്യൻ തന്നെ. സംശയമൊന്നുമില്ല, ധൈര്യമുണ്ട്. അല്ലെങ്കിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ചില അപ്രിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ധൈര്യം തന്നെ വേണം അദ്ദേഹത്തിന്. അവിടെ വീണ്ടും മത്സരിക്കണമെങ്കിൽ തന്നെ അതിനൊരു ചങ്കൂറ്റം വേണം. അസംബ്ലിയിലായാലും അദ്ദേഹം അപ്രിയ സത്യങ്ങൾ ധാരാളം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്രിയ സത്യങ്ങളായതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അപ്രിയനായി കണക്കാക്കുന്നത്. അപ്രിയനായിട്ടും അദ്ദേഹം അൺപോപ്പുലറായിട്ടും തീരുന്നു. അതാണ് വാസ്തവം. ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് മത്സരത്തിൽ അത് തെളിഞ്ഞിരിക്കുകയാണ്. മുംബൈയിൽ വെച്ച് അത് തെളിഞ്ഞു കഴിഞ്ഞു. അതായത് രോഹിത് ശർമ്മ വിക്കറ്റ് നഷ്ടപ്പെട്ട് കളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മുംബൈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ മൽവാൻ എന്ന പ്രദേശത്ത് വമ്പിച്ച കയ്യടിയാണ്. അവിടെ 2 പേര് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ നാട്ടുകാർ, ശിവസേനക്കാരുണ്ട് അവിടെ. ശിവസേന എന്ന് പറയുന്നത് അന്ന് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയൊന്നും അല്ലാതെ, അതിപ്പോൾ അവരുടെ ശരിയായിട്ടുള്ള ഔദ്യോഗികമായി ശരിയായിട്ടുള്ള ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാണ്. ആ ശിവസേനക്കാർ ഇതെന്താണെന്ന് നോക്കി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്ന വിവരം. ആക്രിക്കടക്കാരാണ് 2 പേര്. 2 പേരും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ളവരാണ്. ഇത് പണ്ടും സംഭവിക്കും. കോൺഗ്രസ് ഭരണകാലത്ത് ഇത് സ്ഥിരമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ലഡു പൊട്ടിക്കും. പാകിസ്ഥാൻ ജയിക്കുവാണെങ്കിൽ കൈയടിക്കുകയും അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യും. ഇതന്നെയല്ല, കാശ്മീരി ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടെ അഫ്രീദി അന്ന് വലിയ ഒരു ബൗളറായിരുന്നു, ഇന്ത്യയെ കശാപ്പ് ചെയ്യുന്ന ബൗളർ. അദ്ദേഹത്തിൻ്റെ വലിയൊരു കട്ടൗട്ട് എടുത്തു വെച്ചിരിക്കുന്നു. കളിയിലിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ആരാധിക്കുകയോ കൈയടിക്കുകയോ ചെയ്യാമെന്നുള്ളതല്ല. ഇതിനുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ കളിക്കാരോടുള്ള ഒരു ആരാധനയല്ല, മറിച്ച് പാകിസ്ഥാനോടുള്ള ആരാധനയായിട്ടാണ്. പാകിസ്ഥാൻ യുദ്ധത്തിലൊന്നും ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ക്രിക്കറ്റിൽ അങ്ങനെ തോൽപ്പിക്കട്ടെ എന്നുള്ള മനോഭാവമാണ്. ഇത് ക്രിക്കറ്റിലായാലും ഹോക്കിയിലായാലും ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിക്കണം എന്ന മനോഭാവം അത്ര നല്ല മനോഭാവമൊന്നുമല്ല. ശരിക്കും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിങ്ങൾ നല്ല കളിക്കാരൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒരാളെ അനുകൂലിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ലോകത്തിൻ്റെ എവിടെ ഉണ്ടാവാറുള്ളതാണ്. അർജൻറ്റീനയും ബ്രസീലും തമ്മിലുള്ള ഫുട്ബോൾ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അടിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. എത്രയോ പേർക്ക് പരിക്ക് പറ്റാറുണ്ട്, ചിലർ മരിക്കാറുമുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അർജൻറ്റീനക്കാരെപ്പോഴും അർജൻറ്റീനയുടെ താരങ്ങളെ മാത്രമേ പിന്തുണച്ച് കൈയടിക്കൂ. ഒരു അർജൻറ്റീനക്കാരനും ബ്രസീലിന് വേണ്ടി കൈയടിക്കില്ല. ബ്രസീലിൻ്റെ ആൾക്കാർ ഒരിക്കലും ഒരു അർജൻറ്റീനക്കാരന് വേണ്ടി കൈയടിക്കില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, ഈ മതേതരത്വ മഹാരാജ്യത്ത് കയ്യടി നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പോകും. അവിടെയാണ് വ്യത്യാസം. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ പി സി ജോർജ്. പറയേണ്ട ഭാഷ അതായിരുന്നില്ല, വേദിയും അതായിരുന്നില്ല എന്നുള്ളതാണ് ശരി. അദ്ദേഹത്തിനെ നിങ്ങളൊരു വർഗീയ വിദ്വേഷി, ഒരു പി സി ജോർജ് ഒരു വർഗീയ പരത്തുന്ന ആളാണെന്നോ മറ്റോ പറഞ്ഞതിൻ്റെ പ്രകോപനത്തിൽ അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പെട്ടെന്ന് കയറി പ്രകോപിതനായിത്തീരും. അങ്ങനെ ഒരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വർഗീയവാദി അല്ലാത്തതുകൊണ്ടാണ് അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോണം എന്ന് പറയുമ്പോൾ ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂറ് പാകിസ്ഥാനോടാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവുക, ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നുള്ളത് കാണിക്കാതിരിക്കാൻ എത്രയോ മന്ത്രിമാർ UP-യിലും BJP-ക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് എപ്പോഴും പതിവ് വല്ലവി പാർലമെൻറ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂറ് ഇവിടെ ഉള്ളവരാണ് ഇവിടെ നിൽക്കേണ്ടത്. അവരോട് ഇന്ത്യക്ക് എന്നും കൂറുണ്ടായിരിക്കും. അല്ലാത്തവർ അങ്ങോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവർ പൗരത്വം തരട്ടെ കൊടുത്തിട്ടുണ്ടല്ലോ.
ഒരു മുജാഹിദീൻ പറഞ്ഞ് അവിടെ 3ാം തരം പൗരന്മാരായിട്ടാണ് പാകിസ്ഥാനിൽ ഇപ്പോഴും കഴിയുന്നത്. സത്യം അറിയാവുന്നവർക്ക് അതറിയാം. പിന്നെ പാകിസ്ഥാൻ ഒരിക്കലും ഇനി തിരിച്ചു വരാനാവാത്ത കഷ്ടസ്ഥിതിയിലും പട്ടിണിയിലാണെന്നുള്ളതും അറിയാം. പക്ഷേ ഇവർ രണ്ടുപേരും ബംഗ്ലാദേശികളാണ്. ഈ ബംഗ്ലാദേശികൾ പോകേണ്ടത് ബംഗ്ലാദേശിലേക്കാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് കൈയടിക്കേണ്ട. അവിടെ പോയിരുന്ന് ഇന്ത്യക്കെതിരായിട്ട് വേണമെങ്കിൽ കുറച്ച് 2 ക്ഷേത്രങ്ങളൂടെ പൊളിച്ചു അവിടെ പോയിരുന്ന് ചെയ്യൂ. ഇന്ത്യയിലിരുന്നുകൊണ്ട് ഇന്ത്യക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അവിടെ പക്ഷെ ചെയ്തത് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ അവിടെ കുറച്ച് 2 ബുൾഡോസർ കൊണ്ടുവന്ന് അവരുടെ കടയെല്ലാം ഇടിച്ചങ്ങ് നിരപ്പാക്കുക. അതല്ല ചെയ്യേണ്ടത്. അവരെ അപ്പം തന്നെ പറഞ്ഞു വിടണം. ഇന്ത്യയിൽ ആവശ്യത്തിലധികം ജനസംഖ്യയുള്ള രാജ്യമാണിത്. ഡെമോഗ്രാഫിക് പ്രഷർ അനുഭവപ്പെടുന്ന രാജ്യമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് PC ജോർജിൻ്റെ കാര്യമാണ്. PC ജോർജ് ആ കാര്യം പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടതുപോലെ ഇപ്പോൾ ജയിലിലായിരിക്കുന്നു. നമ്മുടെ നീതി വ്യവസ്ഥ, അത് ഭരണഘടന, അതൊക്കെ അനുസരിച്ച് അങ്ങനെയാണ് സംഭവിക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പാടില്ല. മതവിദ്വേഷം ഉണ്ടാക്കുമെന്നുള്ളതാണ്. സത്യമായാലും അല്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കേണ്ടതുണ്ട്. അപ്രിയ സത്യം മറ്റൊരു മതത്തിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ, ഒരു സമുദായത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ അത് അദ്ദേഹം ലംഘിച്ചിരിക്കുന്നു. ആ ലക്ഷ്മണ രേഖ ലംഘിച്ചത്. ആ ലക്ഷ്മണ രേഖ ലംഘിക്കാതിരിക്കാൻ പുള്ളി അദ്ദേഹത്തെ പ്രേരിപ്പിക്കേണ്ടതും നിലയ്ക്ക് നിർത്തേണ്ടതും അവിടുത്തെ ആങ്കറായിരുന്നു. അയാൾ അതിൽ അമ്പെ പരാജയപ്പെട്ടു. അയാൾക്ക് ഇതറിയാൻ മേത്ത ആളല്ലല്ലോ. അയാളുടെ പരാജയമാണ് ഈ PC ജോർജ് ജയിലിൽ പോകാനുള്ള പ്രധാന കാരണം. അത്രയും പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇപ്പോൾ ജയിലിൽ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിന്ന് പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. ആരെപ്പോലും ഇങ്ങനെ അഭിനയിച്ച് മയങ്ങി വീണു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയതല്ല അദ്ദേഹം. ഇതാ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ECG എടുത്തു. ECG എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർമാരെടുക്കേണ്ട ഒരു ചുമതലയുണ്ട് ജയിലിൽ പോകുന്നതിന് മുമ്പ്. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അത് സ്റ്റേബിളല്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ആരോഗ്യമില്ല. ഏത് നിമിഷവും കുഴപ്പം സംഭവിക്കാം എന്നുള്ളതാണ് എൻ്റെ ECG സ്റ്റഡി. അല്ലെങ്കിൽ ഹീസ് നോട്ട് ഫിറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. ആരോഗ്യസ്ഥിതി ശരിയല്ല. ഇപ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. ദയനീയമായ അവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്കിതൊരു തമാശയായിരിക്കാം. ഇതിൽ ചാനലിൽ വന്നിരുന്ന അദ്ദേഹത്തെ എതിർത്ത് പറഞ്ഞവർക്കും ഈ കേസ് കൊടുത്തവർക്കും ഇതൊരു തമാശയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും മക്കൾക്കും ഒന്ന് ഇത് അത്ര വലിയ സന്തോഷകരമാവാൻ സാധ്യതയില്ല. ഇതിപ്പം PC-യുടെ വായിൽ നിന്ന് അതൊരു യാദർച്ഛികമായി വീണ വാക്കുകളാണ്. അങ്ങനെ പ്രകോപിപ്പിച്ചപ്പോൾ ചെയ്ത് പറഞ്ഞതല്ല. അല്ല, അതിനേക്കപ്പുറം വളരെ ആസൂത്രണം ചെയ്ത് ഇവിടെ പലരും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുദ്രാവാക്യം വിളിക്കുകയും അരിയും മലരും കുന്തിരിക്കവും കരുതിക്കവും നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടെന്ന് ഒരു മുതിർന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ തോളിലിരുന്ന് ഒരു ഇളം തലമുറ പോപ്പുലർ ഫ്രണ്ടുകാരൻ മുദ്രാവാക്യം വിളിച്ചത് നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് കോടതി ഇടപെട്ടു. വേഗം അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സർക്കാർ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നു കുറേ നാൾ. പിന്നെ പേരിന് വേണ്ടി ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ ഇവർക്ക് സംരക്ഷിക്കണമല്ലോ. അങ്ങനെ സമാനമായിട്ടുള്ള എന്തെല്ലാം സംഭവം. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കവും എന്ന് പറയുന്ന ആ മുദ്രാവാക്യം തന്നെ കേരളത്തെ ഞെട്ടിപ്പിച്ച. 2 മതങ്ങളെ, ഒറ്റ മതത്തെ അല്ല എടുത്തിട്ട് 2 മതങ്ങളെ ഒരുമിച്ച് വാണിംഗ് ചെയ്യുക. കാലന്മാരായിട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇവിടെ PC ജോർജ് കൊല്ലുമെന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. കൊല്ലുമെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ വർഗീയ സ്വഭാവം കാണിക്കുന്നു ഉള്ളവരാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അത് ഈ മുദ്രാവാക്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ്. അത് കുറയ്ക്കാനുള്ള ഒരു ശ്രമങ്ങളോ ഇതുപോലെ അറസ്റ്റുകളോ ഒന്നും നടന്നതായിട്ട് ഈ കുട്ടി ഇതിന് ഉത്തരവാദിയല്ല. ഈ കുട്ടി ഇത് പഠിപ്പിച്ച ആള് അറസ്റ്റിലാവണ്ടേ? അപ്പം എന്താ സംഭവിക്കുക? പുതിയ ഒരു തലമുറയെ കൂടെ നശിപ്പിക്കുകയാണ്, മതവെറിയന്മാരായിട്ട് മാറ്റുകയാണ്. വിദ്യാഭ്യാസം ചെയ്ത് ഉന്നതങ്ങളിലെത്തി മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറക്കേണ്ട പ്രായത്തിൽ അവരെ മതപാഠശാലകളിൽ കൊണ്ടുപോയിട്ട് പ്രത്യേകം വിദ്യാഭ്യാസം ചെയ്ത് വർഗീയ വിഷയത്വം ഇത് ലോകത്ത് ഒരൊറ്റ സത്യമതം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അസത്യ മതങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് ഇതിനേക്കാൾ വലിയ വിഷമല്ലേ? അത് വിഷമമല്ലേ? ഒരു രാജ്യത്ത് വിഷമമല്ലേ? ബഹുസ്വര സമൂഹത്തിൽ അങ്ങനൊരു വിദ്യാഭ്യാസ പദ്ധതി തന്നെ ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.